നമസ്കാരം എൻ്റെ ബഹുമാനപ്പെട്ട CCOA സുഹൃത്തുക്കളെ. ഞാൻ കൊല്ലത്ത് നിന്നും അരവിന്ദാണ് സംസാരിക്കുന്നത്. പലരും എന്നെ വിളിച്ചു ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് BkBhoooM ഓൺലൈനിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന്. അതിനുവേണ്ടി നിർമ്മിച്ച ഒരു വീഡിയോ ട്യൂട്ടോറിയലാണിത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളിൽ ഞാൻ യെല്ലോ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ യെല്ലോ മാർക്ക് ചെയ്ത ഭാഗങ്ങൾ ശ്രദ്ധിച്ച് അത് ഫോളോ ചെയ്ത് പോയാൽ വളരെ എളുപ്പമായിരിക്കും. ആദ്യം നമുക്ക് nvd.kerala.gov.in എന്ന് പറയുന്ന സൈറ്റിൽ കയറണം. ശേഷം റൈറ്റ് സൈഡിൽ അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ഓപ്ഷന് താഴെ ലൈസൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. അതിൻ്റെ അവസാന ഭാഗത്ത് ബാലൻസ് ഫീസ് ഓർ അതർ സർവീസ് പേയ്മെന്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ലഭിച്ച വിൻഡോയിൽ ഒന്ന് വായിച്ചു നോക്കിയിട്ട് അപ്ലൈ നൗ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം ലഭിക്കുന്ന വിൻഡോയിലാണ് നിങ്ങൾ നിങ്ങളുടെ വാഹനത്തിൻ്റെയും നിങ്ങളുടെയും ഡീറ്റെയിൽസ് പൂർണ്ണമായും എൻട്രി ചെയ്യുന്നത്. അത് ഇപ്രകാരമാണ്: ചൂസ് യുവർ സർവീസ് ടൈപ്പ് എന്ന് പറയുന്ന ഭാഗത്ത് രജിസ്ട്രേഷൻ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ചൂസ് യുവർ സർവീസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾ ഫോം G ടാക്സ് എക്സംഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പിന്നീട് ചൂസ് യുവർ ഓഫീസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നിങ്ങളുടെ വാഹനം ഏത് RTOയിലാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ RTO സെലക്ട് ചെയ്യുക. ഞാനിവിടെ കൊല്ലം RTO ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. തുടർന്ന് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പരും നിങ്ങളുടെ ഡീറ്റെയിൽസും, അതായത് നെയിം, അഡ്രസ്സ്, പിൻകോഡ്, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ് തുടങ്ങിയ ഡീറ്റെയിൽസ് മുഴുവനും എൻട്രി ചെയ്യുക. തുടർന്ന് റെമിറ്റൻസ് ഡീറ്റെയിൽസിനകത്ത് ഫീസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ 400 രൂപയാണ് നമുക്ക് BkBhoooM നൽകുന്നതിന്. ആ 400 രൂപ എൻട്രി ചെയ്തതിന് ശേഷം താഴെ സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ലഭിക്കുന്ന വിൻഡോയിൽ നമ്മൾ നേരത്തെ എൻട്രി ചെയ്ത ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത്. അതിൽ പേ ത്രൂ ഔട്ട് നെറ്റ് ബാങ്കിങ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫോൺ നമ്പറും ഇമെയിൽ IDയും കാണിക്കുന്ന ഒരു വിൻഡോ വരും. അതിനകത്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. ഇത് പേയ്മെന്റ് ഓപ്ഷൻ പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. ഈ പേജിൽ നമ്മൾ ഏത് രീതിയിലാണോ പണം അടയ്ക്കേണ്ടത് ആ ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ പല ഓപ്ഷൻസ് ഉണ്ട്. നെറ്റ് ബാങ്കിങ് ഉണ്ട്, കാർഡ് ടൈപ്പ് ഉണ്ട്, UPI ഉണ്ട്, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ചൂസ് ചെയ്യുന്നത് കാർഡ് പേയ്മെന്റ് ആണ്. എല്ലാവരുടെയിലും ATM കാർഡും പിൻ നമ്പരും കാണും. അപ്പം ആ ATM കാർഡിന്റെ നമ്പരും പിൻ നമ്പരും ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് പേയ്മെന്റ് നടത്താവുന്നതാണ്. കാർഡ് പേയ്മെന്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് പ്രൊസീഡ് ഫോർ പേയ്മെന്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഒരു മെസ്സേജ് വരും. അതിൽ OK ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന വിൻഡോയിൽ നിങ്ങൾ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. അത് തനിയെ കാർഡ് പേയ്മെന്റ് ഓപ്ഷനിലേക്ക് റീഡയറക്റ്റ് ആവും. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. കാർഡിൻ്റെ നമ്പർ, എക്സ്പയറി ഡേറ്റ്, CVV നമ്പർ, ബാക്കിൽ 3 അക്ക നമ്പറുണ്ട്. ആ 3 അക്ക നമ്പർ, പിന്നീട് നിങ്ങളുടെ നെയിം എന്ന ഡീറ്റെയിൽസ് കൊടുത്തിട്ട് പേ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ കൊടുത്ത ഇൻഫർമേഷൻസ് എല്ലാം ശരിയാണെങ്കിൽ അടുത്തത് OTP എൻട്രി ചെയ്യാനുള്ള പേജാണ് വരുന്നത്. നിങ്ങളുടെ അക്കൗണ്ടിൽ ഏത് നമ്പറാണോ കൊടുത്തിരിക്കുന്നത് ആ നമ്പറിലേക്ക് ബാങ്ക് ഒരു OTP നമ്പർ സെൻഡ് ചെയ്യും. അത് തെറ്റാതെ കൃത്യമായിട്ട് എൻട്രി ചെയ്തിട്ട് പേ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ പേയ്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. നിങ്ങളുടെ പേയ്മെൻറ്റ് പ്രോസസ്സ് സക്സസ് ആണെങ്കിൽ തനിയെ MVDയുടെ സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്യപ്പെടും. അവിടെ നിങ്ങളുടെ പേയ്മെൻറ്റിൻ്റെ റെസിപ്റ്റ് റെഡിയായിരിക്കുന്നതായിട്ട് കാണാം. അത് നിങ്ങൾക്ക് PDF ഫോർമാറ്റിലേക്ക് ഡൗൺലോഡ് ചെയ്യുകയോ പ്രിൻ്റ് ചെയ്യുകയോ ചെയ്യാം. എൻ്റെ വീഡിയോ ട്യൂട്ടോറിയൽ ഇവിടെ പൂർണ്ണമാകുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശമോ അഭിപ്രായമോ ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പറായ 9645964508 എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.